തങ്ങളുടെ കമ്മിറ്റികൾ അറിയുക പോലും ചെയ്യാതെ ചെയർപേഴ്സണും സെക്രട്ടറിയും ചേർന്ന് ചട്ടവിരുദ്ധമായി നടത്തിയ വൻ അഴിമതിയാണ് കായംകുളം നഗരസഭയിലെ ശൗചാലയ മാലിന്യ മൊബൈൽ സംസ്കരണ പദ്ധതിയെന്ന് CPM നേതാക്കളും സഹയാത്രികരുമായ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലിൽ പ്രസ്താവിച്ച സാഹചര്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഉടൻ രാജിവെക്കണമെന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് E. സമീർ ആവശ്യപ്പെട്ടു. CPM നേതാക്കളും സഹയാത്രികരുമായ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തങ്ങളുടെ കമ്മിറ്റികൾ അറിയാതെ പോലുമാണ് നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും ചേർന്ന് ചട്ടവിരുദ്ധമായി ശൗചാലയ മാലിന്യ മൊബൈൽ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൻ അഴിമതി നടത്തിയിരിക്കുന്നതെന്ന് കൗൺസിലിൽ പ്രസ്താവിച്ച സാഹചര്യത്തിൽ രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ ഉടൻ രാജിവെക്കണമെന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് E. സമീർ ആവശ്യപ്പെട്ടു. CPM നേതാക്കളും സഹയാത്രികരുമായ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ അറിയാതെ ചട്ടവിരുദ്ധമായി ചെയർപേഴ്സണും സെക്രട്ടറിയും ചേർന്ന് നടത്തിയ അഴിമതിയാണ് മൊബൈൽ ശൗചാലയ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് ഇന്ന് കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയർപേഴ്സൺ രാജിവെക്കണം. ചെയർപേഴ്സൻ്റെ വഴിവിട്ട ഈ ഒരു അഴിമതിയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പദ്ധതി. ശൗചാലയ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ച പ്രകാരം ചെയർപേഴ്സൻ്റെ വീടിൻ്റെ അടുത്തു തന്നെ 6 ഏക്കറോളം സ്ഥലം കിടക്കുമ്പോൾ അവിടെ ആധുനിക രീതിയിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കാൻ കഴിയുന്ന ശൗചാലയ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുവാൻ കഴിയുന്ന സ്ഥലം നിലവിലുള്ളപ്പോൾ സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറിയും ചെയർപേഴ്സണും ചേർന്ന് ഒത്തുകളിച്ച് മൊബൈൽ ശൗചാലയ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുകയും കൗൺസിൽ അറിയാതെ കൗൺസിൽ തീരുമാനിച്ചത് സർക്കാരിൻ്റെ ജനറൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഏജൻസി വഴി വാങ്ങുവാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. പക്ഷേ കൗൺസിലർമാരോ കൗൺസിൽ യോഗത്തിലോ ചർച്ച ചെയ്യാതെ ജം വഴി വിതരണം ലഭ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 കടലാസ് കമ്പനികളുടെ കൊട്ടേഷൻ വാങ്ങി അവർക്ക് 47 ലക്ഷം രൂപയുടെ മൊബൈൽ വാഹനവും അതുപോലെ 1,30,00,000 പരം രൂപ വരുന്ന 5 വർഷത്തെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റും വെച്ച് 1,79,00,000 രൂപയോളം വരുന്ന പദ്ധതിക്കാണ് ഇവർ സെക്രട്ടറിയും ചെയർപേഴ്സണും ചേർന്നുകൊണ്ട് ഈ അഴിമതി നടത്തിയിരിക്കുന്നത്. പദ്ധതി നിർവഹണത്തിൽ ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവുണ്ടായെന്നാണ് CPM പറയുന്നത്. ഇത് ലജ്ജാവഹവും അഴിമതിയുടെ കടിഞ്ഞാൺ തങ്ങളുടെ കൈകളിലാണെന്ന് CPM വ്യക്തമാക്കുന്ന രീതിയിലുള്ളതുമാണെന്നും സമീർ അഭിപ്രായപ്പെട്ടു. പദ്ധതിയിൽ നിന്നും പകൽക്കൊള്ള നടത്തിയതായി ജനങ്ങളും ജനപ്രതിനിധികളും സംശയിക്കുന്ന സെക്രട്ടറിയും ചെയർപേഴ്സണും നിരണംപള്ളിയിലെ പൊന്നിൻ കുരിശ് മോഷ്ടിച്ച വെള്ളായണി പരമുവിനെയും കാർത്തിയായനിയെയുമാണ് ഓർമ്മിപ്പിക്കുന്നതെന്നും സമീർ ആരോപിച്ചു. CDNet ന്യൂസ് കായംകുളം.